നമസ്തേ. ഞാനിന്ന് ഒരു പുതിയ ടെക്നിക്ക് അവതരിപ്പിക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ സപ്തസ്വരത്തിലാണ് വരിശകൾ മൊത്തം പ്രാക്ടീസ് ചെയ്യാറ്. അത് 72 മേളകർത്ത രാഗത്തിലും ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് അതിൻ്റെ നൊട്ടേഷൻ ഉള്ളത്. പക്ഷേ സ്വരങ്ങൾ കുറവില്ലേ രാഗങ്ങളുണ്ട്. ഇപ്പോൾ ആരോഹണത്തിൽ 6, അവരോഹണത്തിൽ 6 സ്വരമില്ലേ രാഗത്തിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്നുള്ള ഒരു ടെക്നിക്കാണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് മോഹനം സാധാരണ ഇതിൽ മെയിൻ രാഗത്തിൽ സപ്തസ്വരത്തിൽ അല്ലാണ്ട് പിന്നെ സാധാരണ പ്രാക്ടീസ് ചെയ്യുന്നൊരു രീതി സാധാരണ കണ്ടുവരാറില്ല. പക്ഷെ അതിന് പകരം ഏത് രാഗം കെട്ടിക്കഴിഞ്ഞാലും അതിൽ വരിശകൾ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ മോഹനത്തിലൊരു വർണ്ണം പഠിക്കുന്നത് അല്ലെങ്കിൽ കീർത്തനം പഠിക്കുന്നത്, പക്ഷെ അതിൽ സാധാരണ ആരും ചെയ്യാറില്ല. മോഹനത്തിൽ മാത്രമായിട്ട് അല്ലെങ്കിൽ അത് ഹിന്ദോളം, ഹംസധ്വനി, മധ്യമാവധി, അപ്പോൾ 6 സ്വരങ്ങളിലെ ഏത് രാഗത്തിലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്. അപ്പോൾ 6 സ്വരം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാറ് സാധാരണ ആദ്യ താളത്തിലാണ്. ആദ്യ താളം എന്ന് പറയുമ്പോൾ ഒരു താളോട്ടം എന്ന് പറഞ്ഞാൽ 8 അടി. അപ്പോൾ 6 സ്വരം ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ 2 സ്വരത്തിൻ്റെ കുറവുണ്ട്. അത് നികത്താൻ വേണ്ടിയിട്ട് ഫസ്റ്റ് 2 സ്വരങ്ങൾ ഡബിൾ ചെയ്യാം. ഇതന്നെ ഹിന്ദോളത്തിൽ the